ഹായ്, ഞാൻ സിജൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്. എനിക്ക് എൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു എനിക്കൊരു നല്ലൊരു വീട് വേണം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആക്ച്വലി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു വീടാകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒരു ഇൻഡിപെൻഡൻറ്റ് വീടായാലും അതിനൊരു സെക്യൂരിറ്റി വേണം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം എനിക്ക് ഫ്ലാറ്റായിരുന്നു വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാനൊരു വില്ലേനെക്കുറിച്ച് എൻ്റെ മനസ്സിലിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതിലൊത്തിരി അഡ്വാൻറ്റേജസ് എനിക്ക് തോന്നി. വില്ല എന്ന് പറയുമ്പോൾ ആദ്യം എനിക്കൊരു കൺഫ്യൂഷനായി. കാരണം അവിടെ അവരുടെ പ്ലാനിനനുസരിച്ചായിരിക്കും ആ വീട് നമുക്ക് വാങ്ങാൻ പറ്റുക. അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ഇതൊന്നും എനിക്കത് അവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഫോറവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇഷ്ടത്തിന്, അതായത് കിച്ചൺ വേണോ, മേക്കപ്പ് റൂം വേണോ, അത് എൻ്റെ ലിവിങ് റൂം വേണോ, ഔട്ട്സൈഡ് കോർട്ട്യാർഡിൻ്റെ കാര്യങ്ങൾ, അത് എന്തൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം, ഫുൾ വീടിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, എവറിത്തിങ് അതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബിൽഡേഴ്സിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. എനിക്ക് കസ്റ്റമൈസ് ചെയ്യാം എന്ത് വേണേലും. അപ്പോൾ ഐ ആം സോ ഹാപ്പി. ഫോറവർ ബിൽഡേഴ്സ് ഇപ്പം എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള പണിയിൽ ഐ ആം സോ ഹാപ്പി. അവരുടെ ടീം വർക്ക് ആയാലും, അവരുടെ സൂപ്പർവൈസേഴ്സ് ആയാലും, അവിടുത്തെ പണിക്കാരായാലും, ഓണേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര എന്താ പറയുക, അവർക്കൊക്കെ വരുന്ന ഐഡിയാസ് ഓരോ സമയത്ത് എന്നെ വിളിച്ച് പറയും, നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ. അപ്പോൾ ഐ ആം സോ ഹാപ്പി. ഇതുവരെയുള്ള പണിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പിന്നെ ഈ ഫോറവർ ബിൽഡേഴ്സിലേക്ക് ഞാൻ വന്നത്, ഇതിൻ്റെ ഓണർ പ്രവീൺ ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. പക്ഷേ ആദ്യം എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കറക്റ്റ് റെസ്പോണ്ട് ചെയ്തു. പിന്നെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും അതിൽ പൂർണ്ണ വിശ്വാസമായി. അപ്പോൾ ഞാനൊരു 1 വീക്ക് 2 വീക്സ് ഒക്കെ ഞാൻ വരാതിരുന്നിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാ ദിവസവും കറൻ്റ്ലി അവിടെ എന്താണോ നടക്കുന്നത് അത് കറക്റ്റായിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. എന്നെ വിളിച്ച് അവർ സജഷൻ ചോദിക്കാറുമുണ്ട്. അപ്പം ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അപ്പം അങ്ങനെ കറക്റ്റായിട്ടൊരു അപ്ഡേഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ നല്ലൊരു എമൗണ്ട് വരും. പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഇനി ലോണിൻ്റെ പുറകെ നടക്കണം. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, ഒരു ചെറിയൊരു എമൗണ്ട് ലോൺ എടുക്കണമെങ്കിൽ തന്നെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിലേക്ക് വന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഒന്ന് ബാങ്കിൽ ഇപ്പോൾ 1-2 സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒന്ന് സെൻഡ് ചെയ്ത് നമ്മുടെ ബിൽഡേഴ്സിലേക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവരതെല്ലാം കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തു. എനിക്ക് അത്യാവശ്യം അവർക്ക് വാങ്ങിത്തരാൻ പറ്റുന്ന നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് ലോണായിട്ട് കിട്ടി. അപ്പോൾ എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിരുന്നു. പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് കാണാൻ. കാരണം അതിലൊക്കെ കുറച്ച് എൻ്റെ വില്ലയിൽ കുറേ സർപ്രൈസുകളുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്തായാലും പുതിയ ആ വീഡിയോ ആയിട്ട് വെരി സൂൺ ഞങ്ങളെത്തും.